CPM-ന്റെ ഏരിയയാണ്. ഇവിടെ വേറൊരു പാർട്ടിക്കോ അധികാരമില്ല. സാമാന്യ ബോധമേ ഇല്ല. സ്ത്രീകളോട് പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഭവന സന്ദർശനത്തിനെത്തിയ BJPയുടെ വനിതാ പ്രവർത്തകരെ CPM നേതാക്കൾ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. തിരുവല്ല നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ പ്രചരണാർത്ഥം ചുമത്ര ഭാഗത്തെ വീടുകൾ സന്ദർശിക്കാനെത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരെയാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് അരുണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും ചെയ്തത്. ഇത് CPM-ന്റെ ഏരിയയാണ്, ഇവിടെ കയറി നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയായിരുന്നു എന്നുള്ളതാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 7 പേർക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നടത്തത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഇതേ സംസ്ഥാനത്തോ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ഏത് ജില്ല ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. ഇപ്പൊ പോയി കയറി കഴിഞ്ഞുള്ള വേറെ പ്ലാൻ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളിപ്പോ കാണിച്ചിട്ടില്ല. ഞങ്ങൾ 24-ാം തീയതി 3:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മളവിടെ ചെന്നു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓരോ വീട്ടിലും സമ്പർക്കം നടത്തുന്ന സമയത്ത് നമുക്ക് അവരോട് 10 മിനിറ്റ് സംസാരിച്ചൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ പോയി ഒരു 21 വീടോളം നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പേര് വന്ന് നമ്മളെ ആദ്യം തടയുമായിരുന്നു. ആദ്യം ഒരു 1-2 പേരാണ് വന്നത്. അതിനുശേഷമാണ് അവർ ഫോൺ വിളിച്ച ആൾക്കാരെ വിളിച്ചു വരുത്തിയത്. പുരുഷന്മാരാണ്. അപ്പോൾ നമുക്കറിയില്ല ആരാണെന്ന്. വെൽ ഡ്രസ്ഡ് ആയിരുന്നു ഒരാൾ അതിനകത്ത്. അപ്പോൾ അദ്ദേഹമാണ് കൂടുതലും കലുഷമായിട്ട് പെരുമാറിയത് നമ്മളോട്. ഇനി ഇവിടെ നിങ്ങളുടെ ഒരു പോസ്റ്ററുകളോ അല്ലെങ്കിൽ ഒരു ലഘുലേഖയോ കൊടുക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. BJP-ക്കാർക്ക് ഇവിടെ പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി ഇറങ്ങാൻ പാടില്ല. നിങ്ങൾ ഇനിയും വീട് ഇത്രയും കയറിയത് മതി, തിരിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഏത് ഭാഗത്ത് പോയി നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കാം, അനൂപ്ജിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവകാശമാണ്. അപ്പോൾ അതിനെ ഹനിക്കുന്ന രീതിയിലായിരുന്നു അവിടെ ആ പ്രകടനം നടന്നത്. അതിനുശേഷം ഞങ്ങൾ വീട് കയറുമെന്ന് ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം കയറ്റില്ല എന്നും പറഞ്ഞു. പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നും അറിയുന്നത്. അതുകൊണ്ടാണ് CPM-ന്റെ ഏരിയയാണ്. ഇവിടെ വേറൊരു പാർട്ടിക്കോ അധികാരമില്ല. ഒരു പോസ്റ്റർ പോലും നമ്മുടെ അവിടെ ഇല്ല, ഒട്ടിച്ച പോസ്റ്റർ മുഴുവൻ. അപ്പോൾ അതിനുശേഷം ഞങ്ങളെ അവിടെ നിന്നും വീണ്ടും തടയാനായിട്ട് ശ്രമിച്ചു. ഞങ്ങളില്ല, ഇനി ഒരു 15 വീടുകളിലൂടെ കയറാനുണ്ട്, അത് കയറിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും ഇതിൻ്റെ പുറത്ത് പോവില്ലെന്ന് പറഞ്ഞു. ഇതിന് പുറത്തുനിന്ന് നിങ്ങളാരും പോവില്ലെന്ന്. അപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകരിൽ ഒരാൾ നമ്മുടെ ഓഫീസിലേക്ക് അറിയിച്ചു, നമ്മുടെ മുതിർന്ന നേതാക്കളെ അറിയിച്ചു മണ്ഡലത്തിൽ. അവർ പെട്ടെന്ന് തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. പോലീസ് അവിടെ വന്നപ്പോഴത്തേനും ഈ ഒരു സംഭവം നടക്കുന്നത് അവർ ദൃക്സാക്ഷികളാണ്. ഞങ്ങളെ അവിടുന്ന് വിടുന്നില്ല എന്നുള്ളതിന് ദൃക്സാക്ഷി ഇവിടുത്തെ തിരുവല്ലയിലെ പോലീസുകാരാണ്. അപ്പം അവർ വന്നതിന് ശേഷമാണ് ഞങ്ങളെ അവിടുന്ന് മാറ്റുന്നത്. അതുവരെ അദ്ദേഹം ഒരു കൊലവിളി പോലെ അവിടെ നിൽക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരും. നമ്മുടെ കൂടെ വന്ന ഒരു പയ്യൻ, രാജേഷ് എന്ന് പറയുന്ന പയ്യനെ അവർ പിടിച്ച് തള്ളുകയും കോളറിന് പിടിക്കുകയും അതോടൊപ്പം തന്നെ അവനെ വീട്ടിൽ കയറി ഇന്ന് ശരിയാക്കും എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ ഉടൻ തന്നെ അവിടെ ഒരു വിഷയം വേണ്ടാന്ന് കരുതി ആ പ്രവർത്തകനെ അവിടെ നിന്ന് മാറ്റി, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളാം. ആദ്യം നമുക്കതൊരു ഞെട്ടലായിരുന്നു. കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഞാനിപ്പോൾ 3ാമത്തെ ടേമാണ് നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത ഒരു ജനാധിപത്യ വിശ്വാസികൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വിഷയം വരിക എന്ന് പറയുമ്പോൾ നമുക്കത് മാനസികമായിട്ട് വളരെയധികം ആദ്യം ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ ഞങ്ങൾ 9 വനിതകളും ഒറ്റയ്ക്ക് നേരിട്ടു. പിന്നെ ഇപ്പോൾ പോലീസുകാർ വന്നപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നു. നമ്മളോട് പറഞ്ഞു പരാതിയായിട്ട് തന്നെ അത് കൊടുക്കണം, നാളെ ഇതൊരു വിഷയം ഇവിടെ ഉണ്ടാവില്ലേ. ഞങ്ങൾ അന്ന് തന്നെ വൈകിട്ട് കൊണ്ടുപോയി DSPക്ക് നേരിട്ട് അദ്ദേഹത്തെ നമ്മുടെ വീഡിയോ എല്ലാം കൊടുത്ത് ബോധ്യപ്പെടുത്തി. അവിടുന്ന് അവർ കേസ് രജിസ്റ്റർ ചെയ്തു. FIR-ൻ്റെ പകർപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഇന്നലെ, അതായത് 25-ാം തീയതി വീണ്ടും ചുമത്രയിൽ തന്നെ ഇറങ്ങി. അവിടെ ഫുൾ പോലീസ് സന്നാഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വർക്കിന് ശേഷം ഇറങ്ങിയതിന് ശേഷമാണ് അവർ പോലീസുകാർ അവിടുന്ന് തിരിച്ചു പോയത്. അസഭ്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്കത് പറയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പെറ്റീഷൻ എഴുതി അതിൽ പേപ്പറിൽ എഴുതിയാണ് അവിടെ സമർപ്പിച്ചത്. അത്രയ്ക്ക് നീചമായ രീതിയിലുള്ള വാക്കുകളാണ്. ഒരു വെൽ ഡ്രസ്സ് ധരിച്ച ഒരാൾ വന്ന് നമ്മളോട് ദേഷ്യപ്പെടുന്നെന്ന് മാത്രമേ കരുതിയുള്ളൂ. പക്ഷേ
അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സാമാന്യ ബോധമേ ഇല്ല, സ്ത്രീകളോട് പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം. കാരണം ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് തടസ്സപ്പെടുത്തിയത്. അതും സ്ത്രീകളുടെ പുറകിൽ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? സ്ത്രീകളുടെ ഈ 9 സ്ത്രീകളുടെയും പുറകിന്, അതിനകത്ത് ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളാണ്, അവരുടെ പുറകിൽ വന്ന് ഈ ഒരു 3-4 പുരുഷന്മാർ വന്ന് ശല്യപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിനകത്ത്? അതുകൊണ്ട് സ്ത്രീകൾക്ക് തിരുവല്ലയിൽ സുരക്ഷിതത്വം ഇല്ല എന്നും അവിടെ ഇറങ്ങണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ടു, ഇവിടെ അനൂപ്ജിയുടെ ഒരു പോസ്റ്റർ ഇല്ല, ഒരു ഫ്ലക്സ് ഇല്ല, നിങ്ങളൊരു അഭ്യർത്ഥന പോലും ഇവിടെ തരുന്നില്ല, എന്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ പേരിലാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. കാരണം അവിടെ പ്രവർത്തിക്കാനോ പ്രവർത്തകർ അവിടെ പുറത്തിറങ്ങി നടക്കാനോ CPM-കാർ അനുവദിക്കാറില്ല. അവരെ പേടിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത് ആൾക്കാർ. അപ്പോൾ അവർ നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങളെങ്കിലും ഇവിടെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മഹിളാ പ്രവർത്തകരാണ് തിരുവല്ലയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന അവിടെ എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ പ്രവർത്തകരെയും കൂട്ടി ആ ഭാഗത്തേക്ക് ചെന്നത് ഇത് കൊടുക്കാനായിട്ട്. പക്ഷേ അവർ നമ്മളെ കുറച്ച് വീടുകൾ കയറുന്നിടം വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു CITUവിൻ്റെ തൊഴിലാളിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് ഉടനെ വിളിച്ചു വരുത്തിയതാണ് ഈ അരുൺ എന്ന് പറയുന്ന ആളിനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവർ പുറകെ വന്നിട്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ ഇത് CPM-ൻ്റെ ഏരിയയാണ്, ഇവിടെ നിങ്ങൾ പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അത് എന്തുകൊണ്ട് പറ്റില്ല? അതിവിടെ പറ്റില്ല, അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങൾ പുറത്ത് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ വിഷയമാകും, ഈ ഭാഗത്താരും വരാൻ പറ്റില്ല. പോലീസുകാരവിടെ വന്നു. അപ്പം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചൊന്ന് മാറി നിൽക്കി, CI വന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വാക്കിനെ മാനിച്ചാണ് ഞങ്ങൾ കുറച്ച് മുകളോട്ട് കയറി നിന്നു. അപ്പോഴാണ് അവിടുത്തെ കൗൺസിലറാണെന്ന് നമുക്കറിയില്ല, ഒരു സ്ത്രീ അതുവഴി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നതാണ്. അപ്പം പിന്നെന്താ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞു, വോട്ട് ചോദിക്കാൻ അവർ നമ്മളെ അനുവദിക്കുന്നില്ല, താഴെ വലിയ വിഷയം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ ആ സ്ത്രീ തന്നെ ഞങ്ങളോട് പറയുകയാണ്, ഇവിടെ പറ്റത്തില്ല, ഇത് CPM-ൻ്റെ ഏരിയയാണ്, ഇവിടെ സമാധാനപരമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് അലവലാദികളായ കുറേ സ്ത്രീകൾ വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പെണ്ണുങ്ങളെ നിങ്ങൾ പുറത്തു പോകും, ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അലവലാദികളല്ല, ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവരൊരു കൗൺസിലറാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഒരു കൗൺസിലർക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേ അല്ല അവർ സംസാരിച്ചത്. ഇവരുടെയൊക്കെ അടുത്ത് ജനം എങ്ങനെയാണ് ഒരു ആവശ്യത്തിന് കടന്നു ചെല്ലുന്നത്, അവരോട് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ പെരുമാറ്റങ്ങൾ. അപ്പോൾ നമ്മളത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നിങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിച്ചില്ല, നിങ്ങൾ വഴിയെ പോയതാണ്, ഞങ്ങൾ ഇവിടെ നിന്നു, ഞങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കൂടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു, വാ നമുക്ക് പോകാം, ഇവരോട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മേളോട്ട് കയറി പോരുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞപ്പം, ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അണികളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ മൂല്യം അറിയാതെ, അല്ലെങ്കിൽ CPM-ൻ്റെ ബൈലോ അറിയാതെ, CPM എന്താണെന്ന് പഠിക്കാതെ കുറച്ച് ആൾക്കാരിങ്ങനെ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നുണ്ട്. കമൻറ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പൈസ വാങ്ങിച്ചാണ് നമ്മൾ ഇതിനേക്ക് ഇറങ്ങിയേക്കുന്നത്. അവരോട് പറയാനുള്ള, സഹോദരങ്ങളോട് പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൽ ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണ്. 3 പ്രാവശ്യം ആ പ്രസ്ഥാനം എനിക്ക് സീറ്റ് തന്നു. പല വാർഡുകളിലായിട്ട് നിന്നാണ് ഞാൻ ജയിച്ചത്. ഈ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം മത്സരിക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് 1 രൂപ പോലും ചിലവില്ലാതെ എൻ്റെ കാര്യങ്ങൾ നോക്കിയതാണ്. ഫ്ലെക്സുകളടക്കം അവിടെ നോക്കി ആ പാർട്ടിയാണ് എന്നെ വിജയിപ്പിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് ആ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വർക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അവരവരുടെ ചിട്ടകളാണ് പറയുന്നത്. അവർ പൈസ കൊടുത്തും വെള്ളം കൊടുത്തും ആൾക്കാർ വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇതിനൊക്കെ ഈ നേതൃത്വം ഇടപെടണം. താഴെ തട്ടിലേക്ക് ഇതുപോലുള്ള അനീതി കാണിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഇടപെട്ടേ മതിയാവും. ഇല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ത്രീകളിൽ നിന്ന് അകന്നു പോകും. ആരെതിർത്താലും തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് തിരുവല്ലയിലെ NDA നേതാക്കൾ പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ 7 പേർക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.